എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് നമ്മൾ വന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമേ സീരീസിന്റെ എപ്പിസോഡ് 153 ഇപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഹുൻലി അവരെ വെച്ച പ്ലാൻ എന്ന് കരുതി എന്ന ഷിയുയൻ യൂണറിന്റെ ട്രാപ്പിൽ വന്ന് പെട്ടു. ഇങ്ങനെ 11 ക്രീച്ചർ ഉണ്ടായിട്ടും അതെടുക്കാതെ പോകുമെന്നാണോ? ഷിയുയൻ പകുതി മാസമായിട്ട് നല്ല പ്ലാൻ ചെയ്തല്ലേ ഇന്ന് തീർക്കാം. അതിന് ഹുൻലി ഒരു 6 സ്റ്റാർ ഡൗസൺ ആയ നീയാണോ പറയുന്നത്? ഷിയുയൻ എന്ന കൈ പോയല്ലോ, അത് പിന്നെ ശരിയാക്കിയോ എന്നൊരു ആക്കിയ സംസാരം അത് കേട്ട് അവന് ദേഷ്യം നിന്ന വാ എന്ന് പറഞ്ഞ് അവനും ഷിയുയന് ഒരു അറ്റാക്ക് കൊടുത്ത് അവന്റെ സ്കില്ല അത് ബ്രേക്കാക്കി വരുമ്പോൾ ഉണ്ട് ഹുന്യ ചെയിൻ അത് യൂസ് ചെയ്ത് തടഞ്ഞു. അപ്പോഴുണ്ട് യൂണറിന്റെ അറ്റാക്ക്. പിന്നെ അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോയി. ഹുന്യ പറഞ്ഞിട്ട് നീ ഷിയുയനെ നോക്ക്, അവനെ കൊല്ലാൻ. അവന് ഓക്കെ എന്ന പോലെ പിന്നെ അവരുടെ ഫൈറ്റ് അത് സ്റ്റാർട്ടായി. ഷിയുയൻ റൂളർ യൂസ് ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്യുന്നു. അവ സ്പേസിലൂടെ സോൾ ചെയിനൊക്കെ വെച്ച് തിരിച്ചറ്റാക്ക് അതങ്ങനെ പോവുകയാണ്. ഇടയ്ക്ക് വെച്ച് ഷിയുയൻ ട്രാപ്പ് ആകുന്ന രീതിയിൽ വരുന്ന ടൈം സ്ലാഷ് അറ്റാക്ക് ഇട്ട് അതെല്ലാം തടഞ്ഞ് അതിൽ നിന്ന് അവൻ തെറിച്ച് പിറകോട്ട് പോവുകയാണ്. അങ്ങനെ അവനെ അടിക്കാൻ വേണ്ടി വരുമ്പോഴാണ് അവന്റെ ഹുൻക്ലാൻ ടാറ്റു അത് പുറത്തെടുക്കുന്നത്. അതിൽ തന്നെ ഷിയുയൻ മാറി എന്റെ ടാറ്റു ഫോഴ്സ് ഉപയോഗിച്ച് പുറത്തെടുത്ത് നീ ലക്കിയാണെന്നാണ് ഷിയുയന് കണ്ടിട്ട് മനസ്സിലായി. അവൻ അത് വെച്ച് ഒരു സീക്രട്ട് ടെക്നിക്ക് അതെടുക്കുകയാണ്. ഒരു കണ്ണുപോലെ അതിലൂടെ അവന്റെ സ്ട്രെങ്ത് കൂടുകയാണ്. അതുപോലെ ബോഡി വളരെയധികം സ്ട്രോങ് ആകും. ഇല്ലാതെ ആയ ഷിയോക്ലാലോരത്തിന് എങ്ങനെ മനസ്സിലാകും എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. അവന്റെ സ്ട്രെങ്ത് ഇപ്പോൾ 1009 സ്റ്റാറിലേക്ക് എത്തി. ഇവരുടെ ഇവിടെ ക്ലാൻ ടാറ്റു വളരെയധികം അതിശയപ്പെടുത്തുന്നുണ്ട് എന്ന് അവനും. അതിനുശേഷം ഹുൻലി ഷിയുയനെ അറ്റാക്ക് ചെയ്യണം. അവന്റെ സ്പീഡ് കൊണ്ട് ഷിയുയൻ പോലെ ഷോക്കായി പോയി. കാരണം അവന്റെ ലൈറ്റനിങ് സ്പീഡിനെ പോലെ അത്രയും ഫാസ്റ്റ് ആയിരുന്നു. ഒരുപാടധികം സ്പേസ് ക്രാക്ക് തന്നെ അവിടെ വീഴുകയാണ്. അതിൽ നിന്നെല്ലാം എസ്കേപ്പ് ആയിട്ട് അവന് പോകുന്നു. അങ്ങനെ കുറച്ചു നേരം പിന്നീട് പരസ്പരം ചേർന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഷിയുയന്റെ അറ്റാക്ക് സ്ലോ ആണ് എന്ന് അവനും. അപ്പോഴാണ് സ്കൈ ഫയർ 3 മിസ്റ്റീരിയസ് ചേഞ്ച് ടെക്നിക്ക് അതെടുക്കുന്ന. അതിന്റെ ഉപയോഗം അറിയാലോ, സ്ട്രെങ്തും കൂട്ടി കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷിയുയൻ പഴയതുപോലെ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് കഴിയണം. അവന് തെറിച്ച് പിറകോട്ട് പോയി. എന്നിപ്പോഴാണ് ഷിയുയന്റെ നെറ്റിയിലും എന്തോന്ന് ഗ്ലോ ആകുന്നത്. അത് ഷിയോക്ലാൻ ടാറ്റു ആയിരുന്നു. അതുകൊണ്ട് അവന് ഷോക്കായി പോയി. ഇതങ്ങനെ ഷിയോക്ലാൻ ഇല്ലാതായതല്ലേ? മേ ബി ഷിയുയൻ ഇവിടെ വന്നത് കൊണ്ടാകാം, അല്ലെ ടൂഷിയൻസിന്റെ ജേഡ് അവന്റെ കയ്യിലുള്ളത് കൊണ്ടാകാം, അതുമല്ലെങ്കിൽ ഷിയോക്ലാൻ എക്സിറ്റ് ചെയ്യുന്നത് കൊണ്ടാകാം. എന്ത് തന്നെയായാലും ഷിയുയൻ പിന്നെ ലൈറ്റൻസ് സൂട് വെച്ച് ഒന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. അതിനുശേഷം അവൻ നേരെ മൗണ്ട് സീല് ആ ടെക്നിക്ക് വെച്ച് അറ്റാക്ക് അത് തടയാൻ നോക്കിയ സമയം ലാൻഡ് സീല് വെച്ച് ഒറ്റയടി അതോടെ അവൻ കഴിയാതെ തെറിച്ച് താഴേക്ക് വീഴുകയാണ്. അവന് നല്ല പരിക്കുപറ്റി. ആ സമയം ഹുന്യ യൂണറിന്റെ നിന്ന് നല്ല അടി വാങ്ങിയിരുന്നു. അത് എതിർക്കാൻ പാടുപെടുന്നതുകൊണ്ട് ഇങ്ങനെ എനിക്ക് അവർ മരിക്കുന്നു മനസ്സിലാക്കിയിട്ട് അവനൊരു ഫൈനൽ അറ്റാക്ക് എടുക്കുകയാണ്. അതുകൊണ്ട് അവസാനം നീ പുറത്തെടുത്തു. അവൻ എന്തോന്ന് കാണിച്ച് ഒരു വലിയ സ്പേസ് ഓപ്പൺ ചെയ്യുന്നു. അതിൽ 2 വലിയ കണ്ണുകൾ, അതുപോലെ സ്പേസ് ബ്രേക്ക് ചെയ്ത് 2 കൈകൾ വരുന്നു. ആ സ്പേസും പൊട്ടിച്ച് ഒരു ജയന്റ് പപ്പറ്റ് അവിടെ വരികയാണ്. അതുകൊണ്ട് ഷിയുയൻ ചിരിക്കുകയാണ്. എന്റെ കണ്ണെന്ന് പറഞ്ഞ് അവന്റെ ഉള്ള മുഴുവൻ പപ്പറ്റ് നീ പുറത്തെടുത്തു. അത് അറ്റാക്കിനേറ്റ് ഇട്ടു. അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരുമിച്ച് മെയിൻ പപ്പറ്റിലേക്ക് ചേർക്കണം. അതുകൊണ്ട് തന്നെ മുൻപത്തേക്കാൾ വളരെയധികം സ്ട്രോങ് ആയതുപോലെ വൈറ്റ് റെഡ് ആയിരുന്നത് ഇപ്പോൾ ഒരുമാതിരി പർപ്പിൾ കളർ ആ രീതിയിലേക്ക് മാറി. ആ പപ്പറ്റിന് ആ ജയന്റ് പപ്പറ്റിനെ കൺട്രോൾ ചെയ്ത് അറ്റാക്ക് എന്നാ മറ്റേ പപ്പറ്റിന് അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല. നേരെ ഒന്ന് ഒറ്റയടി അതിൽ ആ അറ്റാക്ക് തന്നെ ആ ജയന്റ് പപ്പറ്റ് പിറകോട്ട് പോയി. പിന്നെ നോക്കില്ല, പല ഭാഗത്തായിട്ട് വന്നിട്ട് അവസാനം ഒരുപാട് പവേഴ്സ് എടുത്ത് ഒറ്റയടി അതിൽ അത്രയും പവർഫുൾ ആയ സ്കില്ല് അത് ബ്രേക്ക് ആവുകയാണ്. ഹുല്ലി കണ്ട് ഷോക്കായി. ഇതെങ്ങനെ ആ പപ്പറ്റ് 1009 സ്റ്റാറിനെ വരെ തടയുന്നു? ഷിയുയനും അത് പറയണം. അവനെ ഹുല്ലിയുടെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോഴാണ് അങ്ങോട്ടൊരു കൊടും കാറ്റ് തന്നെ വരുന്നത്. അതുകൊണ്ട് അവന് മനസ്സിലായില്ല. ഹുന്യ കണ്ടിട്ട് ഷോക്ക്. യൂണർ കണ്ട പടച്ച് എന്നെ ഒരു ഡേഞ്ചറാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഹുല്ലി അടി വാങ്ങിച്ച് വന്ന് നോക്കുമ്പോൾ ആ സ്റ്റോം അതുകൊണ്ട് നല്ല ലേറ്റായി പോകണം എന്ന് ഹുന്യ എന്ന് ഓൾറെഡി പോയിരുന്നു. അവന് ചീത്തൊളിച്ച് പോവുകയാണ്. അതൊന്ന് രക്ഷപ്പെട്ട് വരാൻ നോക്കിയ ക്രീച്ചേഴ്സിന് പോലും കഴിഞ്ഞില്ല. ഇതെന്താണെന്ന് ഷിയുയൻ അപ്പോഴാണ് പറയുന്നത്, ഈ ടോംബിലെ ഒരു ഡിസാസ്റ്റർ ആണ്. ഈവൻ പീക്ക് ഡൗസനായവർക്ക് പോലും രക്ഷപ്പെടാൻ കഴിയില്ല. 100 വർഷത്തെ ഒരിക്കലാണ് വരുന്നത്. ഇതിൽ നിന്ന് പുറത്തടക്കാൻ 3rd ലെയറിലേക്ക് പോയാൽ മതി. ഇത് 2nd ലെയർ വരെ ഉണ്ടാകുക. അങ്ങനെ പോവുകയാണ്. ഫയർ അവരും വരുന്നത്. ഷിയുയനോട് ഒരു കാര്യം പറയുമ്പോൾ അവൻ ലെവലപ്പായത് മനസ്സിലാക്കി ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ലക്കാണ്. എന്ത് ലക്ക് മാത്രമാണ്? ഹുൻക്ലാൻ വരുന്നത് പറയുമ്പോൾ അവരെ കൊല്ലാതെ നിന്നപ്പോഴാണ് ആ കൊടുങ്കാറ്റ് കാരണം നടക്കാതെ പോയി. അത് കേട്ട് ഹുല്ലി അവരപ്പോൾ ലൂസേഴ്സ് ആണല്ലേ. ഷിയുയനോടെന്നാ നീ വളരെ സ്ട്രോങ് ആണ്, 3rd ലെയറിൽ ഇതിനേക്കാൾ പാടാകും, ഒരുമിച്ച് ചേർന്നല്ല അവൻ ഓക്കെ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഹുന്യ ഫയർ ക്ലാൻ ജോയിൻ ചെയ്ത് പറയുമ്പോൾ ഈ മൊമെന്റ് എൻജോയ് ചെയ്തിട്ട് 3rd ലെയറിൽ വെച്ച് ഞാൻ കൊല്ലും. ഇവൻ എന്നിടെ കിട്ടുന്നു. ഈ സമയം 3rd ലെയറിലേക്കുള്ള എൻട്രൻസിലെ ക്ലാനിലെ 4 പേരുണ്ട്. സ്പിരിറ്റ് ക്ലാനിന് പകരം അവർ പോയല്ലോ. 3rd ലെയർ ക്ലോസ് ആണ്. അത് ഫോഴ്സ് ഉപയോഗിച്ച് വേണം തുറക്കാൻ കഴിയൂ. ബാക്കുള്ളവർ വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യണം. സ്റ്റോം വരുന്നത് കൊണ്ട് തന്നെ അവർ ഉടനെ എത്തും എന്ന് അവർക്കും അറിയാം. എന്നാൽ എന്തെങ്കിലും പറ്റൂ എന്ന ടെൻഷനാണ് കമാൻഡർ. എന്നാൽ കമാൻഡർ കിങ്ങി അങ്ങുണ്ടല്ലോ എന്നൊക്കെയാ പറയുന്നുണ്ട്. അങ്ങോട്ട് ഷിയുയനും യൂണറൊക്കെ എത്തി. അവളോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഹുൻക്ലാനുമായിട്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് ഗോവറിയമിലെ നിന്ന് അവർ ജീവനോടെ പോകില്ല എന്നാ തോന്നി. ഇവിടെ നിൽക്കുന്ന ചോദിക്കുമ്പോൾ 3rd ലെയറിന്റെ കാര്യം അത് പറയണ. അങ്ങോട്ട് ആൽക്കമിസ്റ്റ് തീർത്ത തണ്ടർ ക്ലാലുള്ളവരെത്തി. അവരടുത്ത്
തേർഡ് ലെയറിലേക്ക് പോകണമെങ്കിൽ ഒരു ക്രിസ്റ്റല് ആ ഫോഴ്സ് ഉപയോഗിച്ച് തുറക്കണം എന്നത് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ട് ഫ്രണ്ട് പ്ലാൻ വരുന്നെന്നും പറയുന്നുണ്ട്. നല്ല അടി വാങ്ങിയ രീതിയിലാണ് ഇന്ന് കാണാം. ഇനി പോകാന്ന് പറയുമ്പോൾ അതിനു മുൻപ് ഒരു കാര്യം തീർക്കട്ടെ എന്ന് പറഞ്ഞു വരുമ്പോഴാണ് സ്റ്റോം വരുന്ന കണ്ടില്ല, ഇപ്പൊ തന്നെ നിനക്ക് വേണോ എന്ന് പറയുന്നുണ്ട്. ചെയ്യാനും യൂണറെ തടഞ്ഞിട്ട് വേണ്ട എന്ന പോലെ അവനും മനസ്സിലാക്കി. മറ്റൊരാൾ പ്ലാൻ പറയുന്നുണ്ട്. ആദ്യം അവർ സീൽ ഓപ്പൺ ചെയ്യണം, അതിനുശേഷം അടുത്ത ആള് സീൽ ഓപ്പൺ ചെയ്യണം. ചെയ്യാനും യൂണറാണ് ലാസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും കാണിക്കുന്നെന്ന് എന്ന് പറയുമ്പോൾ എർത്തുക്കളായാലും നമ്മളെല്ലാവരും ഒരേ ഷിപ്പിലാണ്, ഇത് സിങ്ക് ചെയ്യാൻ ആരെങ്കിലും നോക്കിയാൽ അവന്റെ കാര്യം നമ്മൾ നോക്കാം. അതിനുശേഷം അവർ ഉള്ളിലേക്ക് പോകുന്നു. അവരവിടെ ആ സീല അത് ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കണം. അത് ക്രിസ്റ്റൽ പോലെ വളരെയധികം സ്ട്രോങ് ആയിരുന്നു. അവിടെ മുഴുവൻ ഷേക്കാകുന്ന പോലെ എന്തെങ്കിലും ചെയ്ത് അവരതിനെ ബ്രേക്കാക്കി. അത് വളരെ ടഫായിരുന്നു എന്ന് പറഞ്ഞ അകത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും അടുത്ത കൊടുങ്കാറ്റ് അത് അവിടെ എത്തിയിരുന്നു. അത് അകത്തേക്ക് വരുന്ന ടെൻസ് എന്ന പേടിക്കണ്ട എന്നൊക്കെ ഗൂശുവാൻ അടുത്ത ആൾക്കാർ സീല് ബ്രേക്ക് ചെയ്യാനായിട്ട് റെഡി. അപ്പോഴാണ് സൈഡിൽ ഗ്ലോ ചെയ്യുന്നത് കാണുന്നത്. സ്പിരിച്വൽ പവർ യൂസ് ചെയ്ത് നോക്കി എന്നിട്ട് ആ ഭാഗം അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഒരു ഷോക്കായിട്ടുള്ള ഒരു കാര്യം കാണുന്നത്. അത് തന്നെ ഹീലാകുന്നുണ്ട്. യൂണറിനോട് കാര്യം പറയണം. അപ്പോഴാണ് ആ ബ്രേക്കാക്കിയ സീല് അത് ശരിയാകുന്നത്. അവർ അതിനുള്ളിൽ ട്രാപ്പായതുപോലെ അപ്പോൾ ബ്രേക്കാകുന്നത് തന്നെ ഹീലായിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പാസേജ് അത് ക്ലോസ് ആകാൻ പോവുകയാണ് എന്ന ഷോക്കായിട്ട് പറയുകയാണ്. അവരും കേട്ട് ഞെട്ടിപ്പോയി. അവര് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് ക്രീച്ചേഴ്സ് എനർജി അബ്സോർവ് ചെയ്യുന്നുണ്ട്. ഇത് ഏൻഷ്യന്റ് ടൈമിൽ മാത്രമുള്ള അതായിട്ട് കേട്ടിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഉണ്ടെന്ന് കരുതില്ല. അങ്ങനെയെങ്കിൽ പുറത്തുള്ള കൊടുങ്കാറ്റും ഇതുമായിട്ട് കണക്ട് ഉണ്ട്. മനഃപൂർവ്വം ആരോ ഉണ്ടാക്കിയതാണ് എന്നത് ഇപ്പോഴാണ് മനസ്സിലായത്. അല്ലാതെ ഇത് ഒരു നോർമൽ ആയിട്ടുള്ള നടക്കുന്നതല്ല. ഷിയോയെ നമ്മൾ വന്നു കയറിയത് ഒരു ട്രാപ്പിലാണ് എന്നത് പറയുകയാണ്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയെന്ന് അടുത്ത കാണാം. ഓക്കെ, ബൈ.